നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് BJP അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ BJPയുടെ ഗംഭീര വിജയമാണ് പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് ഡൽഹിയിലെ ജനങ്ങൾ തൂത്തെറിയുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. BJPയുടെ വമ്പിച്ച വിജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കപ്പെട്ട ഡൽഹിയിൽ BJP വലിയ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി ഡൽഹിയിൽ ഏറ്റുവാങ്ങുമെന്നും ഡൽഹിയിലെ ജനങ്ങൾ രാജ്യതലസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെ ചവിട്ടിപ്പുറത്താക്കുമെന്നുമാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർക്കിന്റെ എക്സിറ്റ് പോളിൽ BJPക്ക് 39 മുതൽ 49 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം. ആം ആദ്മി പാർട്ടിക്ക് 21 മുതൽ 31 വരെ സീറ്റുകളും കോൺഗ്രസിന് ഒരു സീറ്റ് ലഭിച്ചേക്കാമെന്നും മാർക്ക് പ്രവചിക്കുന്നു. JVCയുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ BJPക്ക് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. BJPക്ക് 39 മുതൽ 45 വരെ സീറ്റുകളാണ് JVC പ്രവചിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റുകൾ മതി എന്നുള്ളിടത്താണ് BJPക്ക് 45 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് JVC പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 22 മുതൽ 31 വരെ സീറ്റുകളും കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകൾ വരെയും JVC പ്രവചിക്കുന്നു. മാട്രിക്സ് എക്സിറ്റ് പോളിൽ BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നും കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമായി ഒതുങ്ങുമെന്നും മാട്രിക്സ് പ്രവചിക്കുന്നു. ചാണക്യ സ്ട്രാറ്റജീസിന്റെ എക്സിറ്റ് പോളിലും BJPക്ക് തന്നെയാണ് മുൻതൂക്കം. 39 മുതൽ 44 വരെ സീറ്റുകളിൽ BJP വിജയിച്ചേക്കുമെന്നാണ് ചാണക്യയുടെ പ്രവചനം. 25 മുതൽ 28 വരെ സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും ചാണക്യ സ്ട്രാറ്റജീസിന്റെ എക്സിറ്റ് പോളിൽ ചൂണ്ടിക്കാട്ടുന്നു. 70 നിയോജക മണ്ഡലങ്ങളിലാണ് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടന്നത്. 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ മനക്കോട്ട കെട്ടുന്ന ആപ്പിന് തിരിച്ചടിയാവുന്നതാണ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇത്തവണ ഇന്ത്യ മുന്നണി വിഭജിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്കൊറ്റയ്ക്കായാണ് ഡൽഹിയിൽ മത്സരിച്ചത്. ഇത് തന്നെ തകർച്ചയുടെ തുടക്കമായിരുന്നു. അതിനു പിന്നാലെ ആം ആദ്മി പാർട്ടിക്കെതിരെ വന്ന വലിയ വിമർശനങ്ങളും വലിയ അഴിമതി ആരോപണങ്ങളും. ഏറ്റവും ഒടുവിലായി സീറ്റ് ലഭിക്കാത്ത 8 ആം ആദ്മി പാർട്ടിയുടെ MLA-മാരായിരുന്നവർ BJPയിലേക്ക് ചേർന്നതും വലിയ തിരിച്ചടിയായി ആം ആദ്മി പാർട്ടിക്ക്. എന്തായാലും ഡൽഹിയിൽ അധികാര കൈമാറ്റം ഉണ്ടാകുന്നതോടുകൂടി ആകെ പ്രതിസന്ധിയിലാകുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയെ നയിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനും ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുന്നതോടുകൂടി തന്നെ പഴയ സർക്കാരിൻ്റെ കാലത്തെ അഴിമതികൾ ഒന്നൊന്നായി മാന്തി പുറത്തിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ബാർക്കോഴ അഴിമതിയിൽ പ്രതിയായി അകത്തായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ അഴിമതി കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് വരെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ ഡൽഹിക്കാർ രാജ്യതലസ്ഥാനത്ത് ജനങ്ങൾ തൂത്തെറിഞ്ഞു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ ഉറപ്പിക്കാനാകും. ഡൽഹിയിലെ ആം ആദ്മിയുടെ കാലം കഴിഞ്ഞു എന്ന കാര്യം കൂടി ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. 27 വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരം തിരിച്ചു പിടിക്കുകയാണ് BJP.